എനിക്ക് ഇവരെ പറ്റി ഹൈബീഡ് നടക്കമുള്ള ആൾക്കാരെ പറ്റി പറയാനുള്ളത്, യേശുദേവൻ അദ്ദേഹത്തെ ഒറ്റിക്കൊടുക്കപ്പെടുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു, പിതാവേ, ഇവർ ചെയ്യുന്ന എന്തെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. ഇത് ഇവരോട്, പക്ഷേ ഈ നാട്ടിലെ ജനങ്ങൾ, കേരളത്തിലെ ജനങ്ങൾ ഇവരോട് ക്ഷമിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ എന്താ, ഇവിടെ വന്ന് നിന്നവർ, ഹൈബീഡ് നടക്കമുള്ളവർ, അവര് എന്തിനു വേണ്ടി യേശു ഭഗവാനെ ഒറ്റിക്കൊടുത്ത സമയത്ത് യൂദാസ് അദ്ദേഹത്തെ ചുംബിച്ചുകൊണ്ട് ഒറ്റിക്കൊടുത്തു. ഉടനെ യേശു ഭഗവാൻ പറഞ്ഞു, യൂദാസെ, നീ എന്നെ ചുംബിച്ചുകൊണ്ട് ഒറ്റിക്കൊടുക്കുകയാണോ എന്ന്. ഇവിടെ വന്ന് നമ്മളെ സൂചിപ്പിക്കുകയും അവിടെ ചെന്ന് 30% വോട്ടിന് വേണ്ടി, ആ പ്രീണനത്തിന് വേണ്ടി ചുംബിച്ചുകൊണ്ട് ഈ നാട്ടിലെ ക്രൈസ്തവ സഹോദരങ്ങളെ, മുനമ്പം നിവാസികളെ ഒറ്റിക്കൊടുക്കുകയാണ് ഈ MP ചെയ്യുന്നത് എന്ന് നിങ്ങൾ ആലോചിക്കും. അവരോട് എനിക്ക് പറയാനുള്ളത്, ചങ്ങമ്പുഴയുടെ ഒരു കവിതയിൽ, വാഴക്കുല, അദ്ദേഹത്തിന്റെ ആ കവിതയിൽ പറയുന്നുണ്ട്, ഇതിനൊക്കെ പ്രതികാരം ചെയ്യാതടങ്ങുമോ പതിതരെ നിങ്ങൾ തൻ പിന്മുറക്കാർ. പ്രിയമുള്ളവരെ, ഇവരീ കാണിക്കുന്നതിനെതിരെ അതിന് പ്രതികാരം ചെയ്യും മുനമ്പത്തെ ഈ നാട്ടിലെ ജനങ്ങൾ. നിങ്ങളുടെ പിന്മുറക്കാർ അതിന് പ്രതികാരം ചെയ്യും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത്തരത്തിലുള്ള ഒരു വലിയ മുന്നേറ്റം ഇന്ന് കേരളത്തിലുണ്ടാകുന്നു. ഭാരതത്തിന്റെ ലോകസഭയിൽ വഖഫ് അമെൻമെന്റ് ബില്ല് അവതരിപ്പിക്കുകയാണ്. കേന്ദ്ര മന്ത്രി കിരൺ റിജ്ജു ആ ബില്ല് അവതരിപ്പിക്കും. ആ ബില്ല് അവതരിപ്പിക്കുമ്പോൾ അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കും. 8 മണിക്കൂറാണ് ചർച്ച നടക്കുന്നത്. ആ ചർച്ചയ്ക്ക് ശേഷം ലോകസഭയിൽ വോട്ടിനിട്ട് പാസ്സാക്കും. നാളെ രാജ്യസഭയിലും വരും. അതോടെ 2025 വഖഫ് ഭേദഗതി നിയമം ഇന്ത്യയിൽ നടപ്പിലാകാൻ പോവുക. ആ ഭേദഗതി നിയമം നടപ്പിലാകുന്നതോടെ 1993 ഉണ്ടായിരുന്ന വഖഫ് നിയമം, അതിന് 95 ഉണ്ടായിരുന്ന വഖഫ് നിയമം, അതിന് പല്ലും നഖവും കൊടുത്ത് മൻമോഹൻ സിംഗിന്റെ കാലത്ത് 2014 തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് കൊണ്ടുവന്ന അമെൻമെന്റ്, 2013 അമെൻമെന്റ്, അതെല്ലാം ഇല്ലാതാകാൻ പോകുന്നു. എല്ലാ രാജ്യത്തും വഖഫ് നിയമങ്ങളുണ്ട്. 1955 നമുക്ക് നിയമം ഉണ്ടായിരുന്നു. ആ നിയമത്തില് ഇല്ലാതിരുന്ന അവകാശങ്ങൾ, അധികാരങ്ങൾ വഖഫ് ബോർഡിനും വഖഫ് ട്രിബ്യൂണലിനും കൊടുത്തതാണ് 95 നിയമവും 2013 നിയമവും. ആ നിയമപ്രകാരം ഏത് സ്ഥലവും വഖഫ് ബോർഡിന് അവകാശപ്പെടുക, ഇത് ഞങ്ങളുടേതാണ് എന്ന് പറഞ്ഞാൽ അവരുടേതല്ല എന്ന് തെളിയിക്കേണ്ടത് അവിടെ താമസിക്കുന്ന ആൾക്കാരാണ്. സാധാരണ നമ്മുടെ സ്ഥലം വഖഫ് ബോർഡ് അവിടെ കാണില്ല, അവിടെ താമസക്കാരുണ്ടാകും. അപ്പൊ തെളിവ് ഭാരം താമസിക്കുന്ന പാവപ്പെട്ട ജനങ്ങൾക്ക് കൊടുത്ത ആ നിയമമൊക്കെ അങ്ങ് മാറാൻ പോവുക. ഈ നിയമങ്ങൾ വേണമെങ്കിൽ കേന്ദ്ര സർക്കാരിന് ഇത് റിപ്പീൽ ചെയ്യായിരുന്നു, മൊത്തം മാറ്റിക്കളയായിരുന്നു. പക്ഷെ നമ്മളത് ചെയ്യുന്നില്ല. എന്താണെന്നറിയാമോ? അത് ചെയ്യാതിരിക്കുന്ന ഇതിന് അമെൻമെന്റ് വരുത്തുക. ആ 95 നിയമത്തിനും 2013 നിയമത്തിനും അമെൻമെന്റ് ആ വരുത്തുന്നത്. കാരണം റിപ്പീൽ ചെയ്ത പല പഴയ കാര്യങ്ങളൊക്കെ അതേ രീതിയിൽ നിൽക്കും. ആ കാര്യങ്ങളൊന്നും നിൽക്കത്തില്ല. ഈ മുനമ്പം നിവാസികളോട് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കന്മാർ അന്ന് തൊട്ട് പറയുന്ന കാര്യങ്ങൾ, ഈ സമരം തുടങ്ങുന്ന ആദ്യ ദിവസം മുതൽ പറയുന്ന കാര്യങ്ങൾ, നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ടാവും, ഈ നിയമം പാസ്സാക്കുന്നതോടൊപ്പം ഇവിടുത്തെ ഈ പ്രശ്നങ്ങൾ തീരും എന്നാണ്. അപ്പൊ അത് ഇപ്പൊ കേരളത്തിൽ അത് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ അലയടിക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഇന്നലെ കാഞ്ഞിരപ്പള്ളി ബിഷപ്പ്, ബഹുമാനപ്പെട്ട പുളിക്കൽ പിതാവ്, അദ്ദേഹം ഈ നിയമം കൊണ്ടുവന്നേ തീരൂ എന്ന് പറഞ്ഞു. CBCI, കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ, അവര് കേരളത്തിൽ നിന്നുള്ള MP-മാരോട് ആവശ്യപ്പെട്ടിരിക്കുന്നു, നിങ്ങൾ ഈ നിയമത്തെ പിന്തുണയ്ക്കണം. പ്രത്യേകിച്ച് ക്രിസ്ത്യൻ MP-മാരോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. അതുപോലെ KCBC, കേരള കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ്, അവരും ആവശ്യപ്പെട്ടിരിക്കുന്നു നിയമത്തെ പിന്തുണയ്ക്കണം. പക്ഷേ ഇന്നലെ കോൺഗ്രസിന്റെ മീറ്റിംഗ് കൂടി, ആ മീറ്റിംഗ് കൂടി മല്ലികാർജുൻ ഖാർഗെയും KC വേണുഗോപാലും ഒക്കെ സംസാരിച്ചപ്പോൾ മുനമ്പ് ഒരു ഒറ്റപ്പെട്ട വിഷയമായിട്ട് നിങ്ങൾ കണ്ടാൽ മതി, കേരളത്തിന്റെ പ്രത്യേക വിഷയമായിട്ട് കണ്ടാൽ മതി. ഈ വഖഫ് ഭേദഗതി നിയമത്തെ എതിർക്കണം എന്നാണ് ഫ്രാൻസിസ് ജോർജ് അടക്കമുള്ളവരോട് പറഞ്ഞിരിക്കുന്നത്. എന്തിനാ എതിർക്കുന്നത്? കോൺഗ്രസ്സുകാരെല്ലാം ഇന്ന് ഹാജരാകുന്നുണ്ട്, ആയിക്കോട്ടെ. അവരെ എതിർത്താലും ഇന്ത്യൻ പാർലമെന്റിൽ ഇത് പുതിയ ഭേദഗതി നിയമം പാസ്സാകുന്ന ഒരു സംശയവുമില്ല. ബഹുമാനപ്പെട്ട ഫ്രാൻസിസ് ജോർജ്, ഞങ്ങളൊക്കെ ഈ ആക്സ് എന്നുള്ള രീതിയിൽ, ഞാൻ 2014 BJP-യിൽ ചേർന്നത്. അതിനു മുമ്പ് ഞങ്ങളൊക്കെ കേരള കോൺഗ്രസ്സുകാരായിരുന്നു. ആ പ്രദേശം അങ്ങനെയായിരുന്നു. ഞാൻ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് വരുന്ന ആളാണ്. ഞങ്ങളുടെ നേതാവായിരുന്നു അന്ന് ജോർജ് സെബാസ്റ്റ്യനും കുരുവിളയൊക്കെ. അപ്പൊ ഞങ്ങളെല്ലാം ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുള്ള. പക്ഷെ അന്ന്
PC ജോർജൊക്കെ അന്ന് ഞങ്ങളെല്ലാം ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുള്ള. പക്ഷെ അന്ന് അവിടെ ഈ പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് ഇതിനോടൊപ്പം തന്നെ കാഞ്ഞിരപ്പള്ളിയിൽ ഇതുപോലെ ഒരു വിഷയം ഉണ്ടായി. ഞാൻ കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും അവിടുത്തെ പാസ്റ്റൽ കൗൺസിൽ സെക്രട്ടറി ആയിരുന്നു. അവിടെ ഒരു സ്ഥലം, കാഞ്ഞിരപ്പള്ളി സെന്റ് ഡോമിനിക്സ് കോളേജ് ഇരിക്കുന്ന സ്ഥലം, ഈ സ്ഥലം വഖഫിന്റെ ആണെന്ന് ഒരു തൊപ്പിക്കാരൻ, ഞാനിത് ആദ്യത്തെ പ്രശ്നത്തിൽ പറഞ്ഞു, ഒരു തൊപ്പിക്കാരൻ പറഞ്ഞു ഇത് വഖഫിന്റെ സ്ഥലമാണ് എന്ന്. സ്വാതന്ത്ര്യത്തിന് മുമ്പ് എഴുതി കൊടുത്താന്നാ പറഞ്ഞിരുന്നത്. ആ സ്ഥലമാണ് പിന്നീട് പള്ളി മേടിച്ച്, കാഞ്ഞിരപ്പള്ളി കത്തീഡ്രൽ പള്ളി വാങ്ങിച്ചിട്ട് പിന്നെ അവിടെ കോളേജ് ഉണ്ടാക്കിയത്. പക്ഷെ അവിടുത്തെ അച്ചായന്മാരെല്ലാം കൂടെ ഒന്ന് ഇളകി. അതോടൊപ്പം അവിടുത്തെ ഹിന്ദു സമൂഹം കൂടി ഒന്നിളകി. ആ ഇളകി കഴിഞ്ഞപ്പോഴത്തേന് പറഞ്ഞു ആ തൊപ്പിക്കാരൻ വാലും ചുരുട്ടി ഓടി. ഇതിന് ഈ 173 ദിവസങ്ങൾക്ക് മുമ്പ് അവിടെ നടന്ന ഒരു സംഭവമാണ്. അന്ന് അതിനെ ചെറുത്തു നിൽക്കുവാൻ അവിടുത്തെ ആൾക്കാർക്ക് സാധിച്ചു. അവിടെ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായിരിക്കുന്നു. ഇവിടെയും നമ്മളറിയാലോ, ഈ സമരത്തിന് ഞാൻ കഴിഞ്ഞ ക്രിസ്മസ് ദിവസത്തിൽ ഇവിടെ വന്നിരുന്നു. ആ ക്രിസ്മസ് ദിവസത്തിൽ കോൺഗ്രസിന്റെ നേതാക്കന്മാരെ ഹൈബി ഈഡനും ഒക്കെ ആ നല്ല മുഖമൊക്കെ ആയിട്ട് ഇവിടെ വന്നു. VD സതീശനും ഒക്കെ വന്നു. ഞാൻ പുറകിലുണ്ടായിരുന്നു. വലിയ പാട്ടും പാടി. നമ്മുടെ TH മുസ്തഫയുടെ മകൻ ഇവിടെ വന്ന് വലിയ പാട്ടും ഒക്കെ പാടിയത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അതിനുശേഷം ഞാനും പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എന്നുള്ള ആ പാട്ട് ഞാനും പാടി എല്ലാവരോടൊപ്പം. കാരണം ഇവർക്കൊക്കെ ബോധോദയം ഉണ്ടാകണമല്ലോ. അവര് ഇന്ന് എവിടെ നിൽക്കുന്നു? ഇന്ന് ഈ നിയമം പാസ്സാക്കുവാൻ വേണ്ടി ഇന്ത്യൻ പാർലമെന്റിൽ ഭാരത സർക്കാർ ആ ബില്ല് അവതരിപ്പിക്കുന്നത്. BJP അല്ല അവതരിപ്പിക്കുന്നത്, ഭാരത സർക്കാരാണ് ബില്ല് അവതരിപ്പിക്കുന്നത്. ആ ബില്ല് അവതരിപ്പിക്കുമ്പോൾ അവരുടെ സ്ഥിതി എന്താണ്? എനിക്ക് ഇവരെ പറ്റി, ഹൈബിയുടെ നടക്കമുള്ള ആൾക്കാരെ പറ്റി പറയാനുള്ളത്, യേശുദേവൻ അദ്ദേഹത്തെ ഒറ്റിക്കൊടുക്കപ്പെടുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു, പിതാവേ ഇവർ ചെയ്യുന്ന എന്തെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. ഇത് ഇവരോട്, പക്ഷേ ഈ നാട്ടിലെ ജനങ്ങൾ, കേരളത്തിലെ ജനങ്ങൾ ഇവരോട് ക്ഷമിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ എന്താ ഇവിടെ വന്ന് നിന്നവർ, ഹൈബിയുടെ നടക്കമുള്ളവർ, അവര് എന്തിനു വേണ്ടി യേശു ഭഗവാനെ ഒറ്റിക്കൊടുത്ത സമയത്ത് യൂദാസ് അദ്ദേഹത്തെ ചുംബിച്ചുകൊണ്ട് ഒറ്റിക്കൊടുത്തു. ഉടനെ യേശു ഭഗവാൻ പറഞ്ഞു, യൂദാസെ നീ എന്നെ ചുംബിച്ചുകൊണ്ട് ഒറ്റിക്കൊടുക്കുകയാണോ എന്ന്. ഇവിടെ വന്ന് നമ്മളെ സൂചിപ്പിക്കുകയും അവിടെ ചെന്ന് 30% വോട്ടിന് വേണ്ടി, ആ പ്രീണനത്തിന് വേണ്ടി ചുംബിച്ചുകൊണ്ട് ഈ നാട്ടിലെ ക്രൈസ്തവ സഹോദരങ്ങളെ, മുനമ്പം നിവാസികളെ ഒറ്റിക്കൊടുക്കുകയാണ് ഈ MP ചെയ്യുന്നത് എന്ന് നിങ്ങൾ ആലോചിക്കും. അവരോട് എനിക്ക് പറയാനുള്ളത്, ചങ്ങമ്പുഴയുടെ ഒരു കവിതയിൽ, വാഴക്കുല, അദ്ദേഹത്തിന്റെ ആ കവിതയിൽ പറയുന്നുണ്ട്, ഇതിനൊക്കെ പ്രതികാരം ചെയ്യാതടങ്ങുമോ പതിതരെ നിങ്ങൾ തൻ പിന്മുറക്കാർ. പ്രിയമുള്ളവരെ, ഇവരീ കാണിക്കുന്നതിനെതിരെ അതിന് പ്രതികാരം ചെയ്യും മുനമ്പത്തെ ഈ നാട്ടിലെ ജനങ്ങൾ. നിങ്ങളുടെ പിന്മുറക്കാർ അതിന് പ്രതികാരം ചെയ്യും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത്തരത്തിലുള്ള ഒരു വലിയ മുന്നേറ്റം ഇന്ന് കേരളത്തിലുണ്ടാകുന്നു. ഇതിനു മുമ്പ് കഴിഞ്ഞ പ്രാവശ്യം രണ്ടാം മോദി സർക്കാർ വന്നപ്പോൾ അന്ന് ചില നിയമങ്ങൾ കൊണ്ടുവന്നു. അമിത്ഷാ ആഭ്യന്തരമന്ത്രിയായപ്പോൾ സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ട്, പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്നു. അന്ന് പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്നപ്പോൾ കേരളത്തിലെ പല ക്രൈസ്തവ നേതാക്കന്മാരെയും മത നേതാക്കന്മാരെയും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അവര് ആ നിയമത്തിനെതിരെ നിന്നതാ ഞങ്ങൾക്കറിയാം. പക്ഷെ ഇപ്പൊ അവർക്കൊക്കെ കാര്യം മനസ്സിലായി. എന്താണ് പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്നിരിക്കുന്നത്? ഒരു പ്രത്യേക ദിവസത്തിന് മുമ്പ് അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, അങ്ങനെയുള്ള ബംഗ്ലാദേശ്, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നും ഇവിടെ എത്തുന്ന അവിടുത്തെ മൈനോറിറ്റീസ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇവിടെ സംരക്ഷണം നൽകും. അതാണ് പൗരത്വ ഭേദഗതി നിയമം. അല്ലാത്തവരൊക്കെ ഇവിടുന്ന് പുറത്തു പോകേണ്ടി വരും. കുറെ പേര് പുറത്തു പോകേണ്ടി വന്നു. അന്ന് ഞങ്ങളെ എതിർത്തിരുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഇപ്പം ഈ മുനമ്പം വിഷയം ഉള്ളത് കൊണ്ട് ഇന്ന് ഈ നിയമം വരുമ്പോൾ, വഖഫ് അമെൻമെന്റ് ആക്ട് വരുമ്പോൾ, ഈ നാട്ടിലെ ജനങ്ങൾ, ഈ നാട്ടിലെ മത നേതാക്കന്മാർ ഒക്കെ ഞങ്ങൾക്ക് അനുകൂലമായിട്ട് നിന്ന് ഇതൊരു മാറ്റം ഉണ്ടാകാൻ പോവാ. ഇവിടെയൊക്കെ നിങ്ങളൊക്കെ സുനാമി കണ്ടല്ലോ. ഈ കേരളം അടക്കമുള്ളിടത്ത് ഒരു വലിയ സുനാമി വരാൻ പോവുകയാണ്. അപ്പോ അന്നു മുതൽ ഭാരതീയ ജനതാ പാർട്ടി എടുത്ത ഒരു സമീപനമുണ്ട്. ഞങ്ങൾ പറയുന്നു, ഇത് ഈ വഖഫ് നിയമം, ബഹുമാനപ്പെട്ട ജോസഫ് ചേട്ടൻ ഇവിടെ വന്നിട്ടുണ്ട്, BJPയുടെ മൈനോറിറ്റി മോർച്ചയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹം ഇവിടെ സ്ഥിരം വന്നുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. പടമാടൻ, ഇവിടെ അടുത്ത് മാള എന്നുള്ള സ്ഥലത്താണ് താമസിക്കുന്നത്. അപ്പൊ ഈ നിയമത്തെ കുറിച്ച് ഞങ്ങൾക്കുള്ള കാഴ്ചപ്പാട് നമ്മുടെ രാജ്യത്തെ പ്രോപ്പർട്ടിയുടെ കാര്യത്തിൽ, ഓരോരുത്തരുടെ സ്ഥലത്തിന്റെ കാര്യത്തിൽ, അവിടെ ആ സ്ഥലം റവന്യൂ ലാൻഡാണ്, അല്ലാതെ അത് മതപരമായ ലാൻഡ് അല്ല. മതപരമായ ഒരു ഭൂമിയല്ല ഇത്. ഇതിനെ ഗവൺ ചെയ്യേണ്ടത് റവന്യൂ ഭൂമിയായിട്ടാണ് ഗവൺ ചെയ്യേണ്ടത്. അതനുസരിച്ചാണ് ഇന്ന് പുതിയ നിയമം കൊണ്ടുവരാൻ പോകുന്നത്. ഇത്
ആരൊക്കെ? ഇത് മഹാത്മാഗാന്ധി തന്നെ പറഞ്ഞിട്ടുണ്ട്. യങ് ഇന്ത്യ എന്ന പത്രത്തിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അവിടെ ഒരു സ്ഥലത്ത് അനധികൃതമായി കയ്യേറി അവിടെ ഒരു മോസ്ക് ഉണ്ടാക്കിയപ്പോൾ അന്ന് മഹാത്മാഗാന്ധി അതിനെ എതിർത്തിട്ടുണ്ട്. ഇന്നിപ്പോ ചർച്ചയിൽ അതൊക്കെ വരും. എല്ലാരും കേൾക്കണം, നമുക്ക് ഒരുമിച്ച് ഇന്ന് കേൾക്കാം. അപ്പൊ അത് ആ മഹാത്മാഗാന്ധി എതിർത്ത സാധനമാണ് ഇന്ന് മഹാത്മാഗാന്ധിയുടെ പിന്തുണക്കാർ എന്ന് പറയുന്ന രാഹുൽ ഗാന്ധി ആണല്ല, രാഹുൽ ഗാന്ധിയാണ്. അപ്പൊ അവരൊക്കെ ഇന്ന് അതിനെ എതിർക്കട്ടെ. പക്ഷെ അങ്ങനെ എതിർത്താലും ഞങ്ങൾക്ക് പറയാനെടുക്കും, ഉദിച്ചുയരുന്ന ചന്ദ്രനെ നോക്കി ചന്ദ്രകാന്ത കല്ലുകൾ തിളങ്ങുമ്പോൾ കുറ്റിക്കാടുകളിൽ നിന്നും കുറുക്കൻ ഓരിയിടും. അതുപോലത്തെ ഓരികൾ മാത്രമായിരിക്കും ഇന്ന് കോൺഗ്രസിന്റെയും CPM-ന്റെയും MP-മാർ അവിടെ നടക്കാൻ പോകുന്നത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, എന്താ CPM ചെയ്തിരിക്കുന്നത്? CPM-ന്റെ K. രാധാകൃഷ്ണൻ MP അദ്ദേഹമൊക്കെ മധുരയ്ക്ക് വന്നായിരുന്നു പുതിയ സെക്രട്ടറിയെ തെരഞ്ഞെടുക്കുക. എന്ന് പറഞ്ഞാൽ അവരിങ്ങോട്ട് വന്നാല് ഈ രാജ്യം ഇപ്പം കലങ്ങി മറിയാൻ പോവാ. അവരുടെ ദേശീയ സമ്മേളനം, ആ ദേശീയ സമ്മേളനത്തില് ചർച്ച എന്താ? അവിടെ BJP എങ്ങനെ എതിർക്കാം എന്നുള്ള കാര്യത്തിലാണ് ചർച്ച. അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എങ്ങനെ വരാതിരിക്കാം, അവിടുത്തെ ചർച്ച. MV ഗോവിന്ദൻ മാഷ് നടത്തിയ ഒരു ചർച്ചയുണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വന്നാൽ കമ്മ്യൂണിസ്റ്റ് ഇവിടെ കൂടും എന്നാ പറയുന്നത്. അതെങ്ങനെയാ കൂടുന്നത്? അദ്ദേഹം പറഞ്ഞു, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വന്നാൽ എല്ലാ കാര്യവും യന്ത്രങ്ങൾ ചെയ്യും. ആ യന്ത്രങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോഴേ നമ്മുടെ തൊഴിലാളികൾക്കൊക്കെ തൊഴിലില്ലാതാകും. അപ്പൊ തൊഴിലാളികൾ വീണ്ടും നമ്മളോടൊപ്പം വരും. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വന്നാൽ ഈ കർഷകരൊക്കെ അവരുടെ സ്ഥലത്തിനൊന്നും ഒരു വിലയില്ല, എല്ലാം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്. ഇതെല്ലാം വന്നാൽ കർഷകരൊക്കെ അവരുടെ സ്ഥലം വെറുതെ വിലയ്ക്ക് വിറ്റുപോകും. അതെല്ലാം നമ്മുടേതാകും. അപ്പൊ നമ്മൾക്ക് ഈ വയലെല്ലാം നമ്മുടേതാകും. പൈകിളി വീണ്ടും കമ്മ്യൂണിസം വരും. ഇതാണ് അവരുടെ ചർച്ച. അവരെങ്ങനെ ചർച്ച ചെയ്തോട്ടെ, എന്തും നടത്തിയോട്ടെ. പക്ഷെ ഞങ്ങൾ ഭാരതീയ ജനതാ പാർട്ടി ഇന്ന്, പണ്ടൊക്കെ നമ്മുടെ ഭാരതത്തിലെ നിയമങ്ങളൊക്കെ പാസ്സാവുക ആരും അറിയത്തില്ലായിരുന്നു, പാർലമെന്റ് എന്നൊക്കെ പറഞ്ഞാൽ അറിയും. പക്ഷെ ഇപ്പം നിയമം പാസ്സാക്കുമ്പോൾ ബില്ല് പൈലറ്റ് ചെയ്യുമ്പോൾ തന്നെ ആൾക്കാർ അറിയുന്നു. അങ്ങനെയുള്ള സാഹചര്യം ഉണ്ടാക്കി നരേന്ദ്രമോദി സർക്കാർ ഭാരതത്തിൽ. അത് ഒരാളെ മാത്രം പ്രീണിപ്പിക്കാനല്ല, നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാ. സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ്. എല്ലാവരെയും വിശ്വാസത്തിലെടുത്ത് എല്ലാവരുടെയും പരിശ്രമത്തോടുകൂടി എല്ലാവരുടെയും പുരോഗതിയായിട്ട് ഭാരതം ഒന്നാകെ, ഒരേ ഒരു ഇന്ത്യ, ഒരൊറ്റ ജനത എന്നുള്ള രീതിയിൽ ഭാരതം മുന്നോട്ട് പോകുന്നു. നമ്മുടെ നാട് നമുക്കറിയാം, ഓംകാരത്തിന് അനശ്വര വേദമന്ത്രധ്വനികൾ അനവരതം മുഴങ്ങിക്കേൾക്കുന്ന നാടാണ് നമ്മുടെ ഭാരതം. ഹിന്ദുവും ക്രിസ്ത്യാനിയും സിഖുകാരനും മുസൽമാനും എല്ലാം ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിക്കുന്ന നാടാണ് നമ്മുടെ ഭാരതം. മതങ്ങളെയും മതാചാര്യന്മാരെയും പിറന്നു വീണ നാടാണ് നമ്മുടെ ഭാരതം. ഈ ഭാരതം എല്ലാവർക്കും ഒരേപോലെ ജീവിക്കണം. മതേതരത്വം എന്ന് പറഞ്ഞാൽ അതാണ്. പക്ഷെ ഇവിടെ ചിലർക്ക് മതേതരത്വം കപട മതേതരത്വമാണ്. ഇവിടെ ഇന്ന് ഈ പ്രശ്നം ഉണ്ടാക്കുക, കഴിഞ്ഞ ദിവസം കേരളത്തിലൊരു പത്രത്തില് പറഞ്ഞു, 3 ദിവസം മുമ്പ് ഒരു പത്രത്തിൽ വന്നു, വഖഫ് അമെന്റ്മെന്റ് ബില്ല് ഇപ്പം വരുമെന്ന് അറിഞ്ഞ ഉടനെ വഖഫ് അമെന്റ്മെന്റ് ബില്ല് പാസ്സാക്കാൻ സാധ്യതയില്ല. കാരണം ബീഹാർ തെരഞ്ഞെടുപ്പ് വരുന്നു, അവിടെ നിതീഷ് കുമാർ എതിരാണ്. അവിടുത്തെ ആ തെരഞ്ഞെടുപ്പൂടെ കഴിയുമ്പോൾ, അത് പറഞ്ഞാൽ അവിടുത്തെ തെരഞ്ഞെടുപ്പിൽ മുസ്ലിങ്ങളുടെ വോട്ട് കൂടെ മേടിച്ചിട്ട് BJP ചെയ്യണമെന്നാണ് ആ പത്രം എഴുതിയത്. പക്ഷെ അതൊന്നും ഞങ്ങൾക്ക് വിഷയമല്ല. ഞങ്ങൾ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് നിൽക്കുന്നത്. ഈ നാട്ടിലെ ജനങ്ങൾ, പാവപ്പെട്ട നിങ്ങളെ പോലെ കഷ്ടപ്പെടുന്ന ജനങ്ങൾ, സ്വന്തം ഭൂമിയിൽ വർഷങ്ങളായിട്ട് അധ്വാനിച്ച് മണ്ണിൽ പൊന്നു വിളയിക്കുന്ന പാവപ്പെട്ട കർഷകർ, ഇവിടെ അധ്വാനത്തിന് ഫലം, ഇവിടുത്തെ അധ്വാനത്തിനോടൊപ്പം കടലിൽ പോയി കടലിനോട് മല്ലിട്ട് അവിടെ നിന്ന് മത്സ്യം കൊണ്ടുവന്ന് ജീവിക്കുന്ന ആൾക്കാർ, അവരുടെ കൈകൾ, അവരുടെ തഴമ്പുള്ള കൈകൾ, പങ്കായം പിടിച്ച് തഴമ്പുള്ള കൈകൾ, തൂമ്പ പിടിച്ച് തഴമ്പുള്ള കൈകൾ, കൈവെള്ളയിൽ മാത്രമല്ല ആത്മാവിൽ പോലും തഴമ്പുള്ള കർഷകർ, ആ കർഷകർക്ക് വേണ്ടിയാണ് ഞങ്ങളുടെ പോരാട്ടം. ആ കർഷകർക്ക് വേണ്ടി ഇപ്പൊ മുനമ്പം വിഷയം വന്നുകൊണ്ട് ഇത് ദേശീയമല്ല അന്തർദേശീയമായ ശ്രദ്ധ പിടിച്ചുപറ്റി ഈ നിയമം കൊണ്ടുവരികയാണ്. ഈ നിയമത്തില് ചിലർക്കൊക്കെ ചില സംശയമുണ്ട്, ട്രസ്റ്റ് മറ്റേതൊക്കെ. ഈ നിയമത്തിലെ പാവപ്പെട്ട മുസ്ലിങ്ങൾക്കും കൂടി, ഞങ്ങൾ ഈ മുസ്ലിങ്ങൾക്കെതിരല്ല, പാവപ്പെട്ട മുസ്ലിങ്ങൾക്ക് ഗുണമുണ്ട്. കാരണം അതിനൊരു ഉദാഹരണം ഞാൻ പറയാം. ഇന്നലെ ഒരു ചെറുപ്പക്കാരൻ എൻ്റെ അടുക്കൽ വന്നു. അദ്ദേഹത്തിന്റെ മുത്തച്ഛൻ കാസർഗോഡ് MP ആയിരുന്നു. അദ്ദേഹത്തിന്റെ മുത്തച്ഛൻ കാസർഗോഡ്, അദ്ദേഹത്തിന് കുറെ സ്വത്തൊക്കെ ഉണ്ടായിരുന്നു.